സുഹൃത്തുക്കളെ നമസ്കാരം. ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനിപ്പോൾ ഉള്ളത് പ്രോപ്പർ കാക്കനാടാണ്. സിവിൽ സ്റ്റേഷനിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന ഒരു കിടിലൻ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റ്, പ്രീമിയം ലക്ഷറി സെഗ്മെന്റിൽ പെടുത്തുന്ന 29 യൂണിറ്റോളം വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഓൾ അമ്യൂണിറ്റീസ് അവൈലബിൾ ആണ്. കിടിലൻ പ്രോജക്റ്റാണ്. 29 വില്ലകളും പല പാറ്റേണിൽ, ഒരേ പാറ്റേണിൽ ഒരുക്കിയിട്ടുള്ള വില്ലകളാണ്. കളർ കോമ്പിനേഷനൊക്കെ ഒരേ പാറ്റേണിലാണ് വരുന്നത്. 3000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ 7 സെൻറ്റ് മുതൽ 11 സെൻറ്റ് വരെയുള്ള പ്രോപ്പർട്ടി ഇതിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ഓൾ അമ്യൂണിറ്റീസ്, പൂള്, ജിമ്മ്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, പാർട്ടി ഹാള്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 1 കിലോമീറ്റർ, സിവിൽ സ്റ്റേഷനിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഇത്രയും പ്രീമിയം ക്വാളിറ്റി വില്ല പ്രോജക്റ്റ് നമ്മുടെ കാക്കനാട് വേറെ ഇല്ല എന്നുള്ളതാണ്, നിലവിലില്ല എന്നുള്ളതാണ്. ഇത്ര വലിയൊരു പ്രോജക്റ്റ്. അതിൽ നമുക്ക് 2 XUV വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു സിറ്റ് ഔട്ട് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് ചുറ്റിലും പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. അതുപോലെ ചെറിയ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ചുറ്റും നടക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു വില്ല വരുന്നത് 7 സെന്റിലാണ്. 7 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ്. ഫ്ലോറിൽ ടൈലുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വുഡൻ ടച്ച് കൊടുത്തിട്ടുള്ള ടൈലുകളാണ്. അതുപോലെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഇവിടെ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം ഒത്തിരി ആളുകൾ നമ്മൾ വിളിക്കുന്നുണ്ട്. അവരുടെ സ്വപ്ന പദ്ധതിയാണ്. അപ്പൊ അവർക്ക് ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ളത്. അതുപോലെ ലിവിംഗ് സ്പേസ്, അത് ഈ ഭാഗത്തേക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസ് നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. 7-8 പേർക്ക് ഇരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പൊ മെയിൻ ഈ ടാറിന്റെ റോഡിൽ നിന്ന് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. അപ്പൊ ഒത്തിരി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനത്തെ ലാൻഡിന്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ എറണാകുളം ടൗണിലെ ഏറ്റവും സെൻട്രലായിട്ട് കിടക്കുന്ന, ഏറ്റവും കൂടുതൽ ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ കാക്കനാട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറോ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സ്പേസ് തന്നെയാണ്. നമുക്ക് നല്ല വെളിച്ചം, നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിലുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായിട്ടാണ് കിച്ചന്റെ സ്പേസ് വരുന്നത്. കിച്ചൺ ലൈറ്റ് ഇല്ലാതെ കാണാം. ഇവിടെ ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് നാനോവൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാബിനറ്റ്സ്, കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെ കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. ഇവിടെ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ഇപ്പൊ നിലവിൽ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 29 യൂണിറ്റോളം വരുന്ന പല ഒരേ പാറ്റേണുകൾ ഒരുക്കിയിട്ടുള്ള, കളർ കോമ്പിനേഷനുകൾ ഒരുക്കിയിട്ടുള്ള കിടിലൻ പ്രൊജക്റ്റാണ്. സൗകര്യങ്ങളെല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ സ്റ്റെപ്പ് പോയിന്റ് കൊടുത്തിരിക്കുന്നതൊക്കെ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയില്, കപ്ലന്റ് ഗ്ലാസില്, അതുപോലെ തന്നെ വുഡ് കൊടുത്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നില്ല, ഇവിടെയായിട്ട് നമുക്കൊരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു എൽ ഷേപ്പിലാണ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഇവിടെ വലിയൊരു മാസ്റ്റർ ബെഡ്റൂം സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ സിസ്റ്ററിനൊക്കെ പറയാനുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. മറയൂട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഫ്രെയിമിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ബാത്റൂം നോക്കി അസുഖം നമുക്ക് കാണിച്ചാൽ അല്ല പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. എല്ലാം സ്വിച്ചസ് ഉൾപ്പെടെ എല്ലാം കംപ്ലീറ്റ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്നൈഡ് തുറക്കാവുന്ന രീതിയിലുള്ള കണ്ണുകൾ ഇതൊരു ഡ്രസ്സിംഗ് റൂം പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മെർമർ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിൽ നിന്ന് തന്നെ ഉണ്ടാകും ഒരു ബാൽക്കണി സൗകര്യം കേട്ടോ. ഇത് മെയിൻ റോഡാണ് ഈ കാണുന്നത് കേട്ടോ. മെയിൻ റോഡാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. കേട്ടോ. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് സിവിൽ സ്റ്റേഷൻ കാണാം. അതുപോലെ ആ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഇൻഫോ പാർക്ക് കാണാം. പുതിയ മെട്രോ വരാൻ പോകുന്ന ഏരിയ ഈ ഭാഗത്താണ്. നമുക്ക് സിവിൽ സ്റ്റേഷന്റെ ആ ഭാഗത്താണ്. അപ്പൊ എല്ലാം സൗകര്യപ്രദമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. മുകളിലെ ഈ ഭാഗത്തേക്ക് വലിയൊരു നിറവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു നിറവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡും ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും നമുക്ക് ഹൈഡ് ചെയ്യാവുന്ന രീതിയിൽ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നേരെ സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞിന്റെ രക്ഷയില്ല. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേളിൽ ടഫിന്റെ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ, ഹൈ ക്ലാസ് വില്ലാസാണ് വരും. സുഹൃത്തുക്കളെ കണ്ട എറണാകുളത്തിന്റെ മെയിൻ ടൗണായ കാക്കനാട് സെന്റർ തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ അസറ്റിന്റെ വില്ലാസ് ഫ്ലാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ DLF ഫ്ലാറ്റ്. ഈ ഭാഗത്തേക്കൊക്കെ ഒത്തിരി ഫ്ലാറ്റുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ മേളിൽ തന്നെ വെറുതെ ഇരുന്നാൽ തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലയിലേക്കാണ് നടക്കേണ്ടത്. അപ്പൊ 7 സെന്റ് മുതൽ 11 സെന്റ് വരെയുള്ള പ്രോപ്പർട്ടി ഇതിലുണ്ട്. അതിൽ 3000 സ്ക്വയർ ഫീറ്റ് മേളിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ വില പല വിലയാണ് വരുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 2.5 കോടി രൂപയാണ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ചാനൽ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതിന്റെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 2.5 കോടി രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇനി നമുക്ക് ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.